അസ്സലാമു അലൈക്കും. ബഹുമാനമുള്ള മുഅ്മിനീങ്ങൾ, നമുക്ക് വളരെ പ്രതീക്ഷയോടെ കാത്തുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട സയ്യിദുന മുത്തന്നൂർ തങ്ങൾ ഉസ്താദിന്റെ പ്രസംഗവും പ്രാർത്ഥനയുമാണ്. അല്ലാഹു അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ചിന്തിക്കുകയാണ്, ബഹുമാനപ്പെട്ട മുത്തന്നൂർ തങ്ങൾ ഉസ്താദിന്റെ വീട്ടിലേക്ക് ഞാൻ പോയിരുന്നു. സുബ്ഹാനല്ലാഹ്, എന്തൊരു തിരക്കാണ്. നമ്മൾ പോയത് സത്യത്തിൽ ഒരു പരിപാടിന്റെ ഡേറ്റ് ചോദിക്കാൻ വേണ്ടിയാണ്. ഉസ്താദ് ഡയറി മുഴുവൻ നമ്മളെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ തന്നെ നോക്കിക്കോളി. നോക്കുമ്പോൾ അതിൽ ഒരു ദിവസങ്ങളും കിട്ടാൻ വളരെ പാടുപെട്ട് വേണ്ടി വന്നു. അങ്ങനെ നമ്മളൊരു ചെറിയ സ്ഥാപനം, എല്ലാവർക്കും അറിയുമല്ലോ, മുഈനുസ്സുന്ന എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനം, അതിലൊരു പ്രധാന പ്രവർത്തകൻ റസാഖ് ഹാജി ജല്ലി ഇവിടെയുണ്ട്. ആ സ്ഥാപനത്തിലേക്കൊന്ന് തങ്ങൾ ഉസ്താദിനെ കൊണ്ടുപോകണം. പണ്ട് 10 വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട സയ്യിദുന ഫസൂദ് തങ്ങൾ ഉപ്പാപ്പ തുടങ്ങി തന്നു. 33 വിദ്യാർത്ഥികളെ കൊണ്ട് ഒരു ഹിന്ദു സഹോദരന്റെ വീട്ടിൽ തുടങ്ങിയ സ്ഥാപനം ഇന്ന് സ്വതന്ത്രമായ 22 മദ്രസകൾ, ഏകദേശം 2000-ലേറെ കുട്ടികൾ, 40ഓളം സ്റ്റാഫുകൾ, 2 പള്ളി, 2 സ്കൂള്, 2 പള്ളി പണിയുന്നുണ്ട്. അങ്ങനെ ഒരു വലിയ ഒരു പ്രസ്ഥാനമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നും അറിയാത്തൊരു സ്ഥലത്താണ്. അപ്പൊ അവിടുത്തെ അവസ്ഥയൊക്കെ തങ്ങൾ ഉസ്താദിനോട് പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞു, ഒരു ഡേറ്റ് ഒപ്പിച്ചു തന്നു. പക്ഷെ പിന്നെ വന്നു നോക്കുമ്പോൾ എങ്ങനെ നോക്കിയാലും തങ്ങൾ ഉസ്താദിന്റെ ബിസിക്ക് മുമ്പിൽ ഡേറ്റ് സെറ്റാകുന്നില്ല. അങ്ങനെ നമ്മൾ തൽക്കാലം ചിന്തിച്ചു, തൽക്കാലം ഇപ്പൊ വേണ്ട, ഉസ്താദിനെ ബുദ്ധിമുട്ടുന്നത് വേണ്ട. പക്ഷെ ഉസ്താദിന്റെ മനസ്സിൽ നിന്ന് അത് പോയിട്ടില്ല. ഉസ്താദ് അങ്ങോട്ട് വിളിച്ച് ചോദിക്കുകയാണ്, നിങ്ങൾ അത്രയ്ക്ക് അവിടെ കഷ്ടപ്പെട്ട സ്ഥിതിക്ക് എനിക്ക് വരാതിരിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് ഞാൻ സുരുബയിലേക്ക് വരാം, അവിടുന്ന് പോകാൻ പറ്റും. ഞാൻ അത്ഭുതപ്പെട്ടു. സത്യത്തിൽ എൻ്റെ കണ്ണെന്ന് വളർന്നു. നമ്മളൊക്കെ സാധാരണ ഒരു പരിപാടി ഏറ്റെടുത്താൽ ആ പരിപാടി ക്യാൻസലായി എന്നൊരു വിഷയം കിട്ടിയാൽ എന്തെന്നില്ലാതെ സന്തോഷമാണ്. ഒരു ദിവസം ഫ്രീ ആയല്ലോ. അതേസമയം ഉസ്താദ് ഒരു ദിവസം ഫ്രീ ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അങ്ങോട്ട് വിളിച്ചിട്ട് പറയാണ്, ഞാൻ വരാം. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇത്തരം നേതാക്കൾ, ഇവരാണ് നമ്മുടെ ആശയം, നമ്മുടെ എല്ലാ പ്രതീക്ഷയും മഹാന്മാരാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇവിടെ നിന്ന് ഈ പരിപാടി, ഒരുപാട് പരിപാടികൾക്കിടയിൽ ഇവിടെ എത്തുകയാണ്. എന്നിട്ട് ഇവിടെ നിന്ന് ഉച്ചക്ക് ഇന്ന് മർക്കസ് നോളജ് സിറ്റിയിൽ നിന്ന് ബഹുമാനപ്പെട്ട ഹസ്രജി അവറുകളിൽ നിന്നും ഒരുപാട് തരീഖത്തിന്റെ ഇജാത്തുകളൊക്കെ വാങ്ങിയിട്ടാണ് വരുന്നത്. ഒരു അനുഗ്രഹീത നേതൃത്വം. ഇനി ഇവിടുന്ന് 6 മണിക്കൂറോളം യാത്ര ചെയ്തിട്ട് വേണം ഹാവേരി സവണൂർ മുഈനുസ്സുന്നയ്ക്ക് എത്താൻ. തങ്ങൾ റെഡിയാണ്. അവിടുത്തെ യാത്രയൊക്കെ നിങ്ങൾക്കൊക്കെ അറിയും, വളരെ പ്രയാസപ്പെട്ട ഒരു അവസ്ഥയാണ്. പക്ഷെ അതൊന്നും വിഷയാക്കാതെ പ്രവർത്തനം എവിടെയുണ്ടോ അവിടെയൊക്കെ താൻ എത്തുമെന്ന ആ ഒരു ദൃഢമായ ഒരു സങ്കല്പം അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് അനുഗ്രഹിക്കുമാറാകട്ടെ. ദീർഘകാലം ആ നേതൃത്വത്തിന്റെ കീഴിൽ പ്രവർത്തിക്കാൻ നമുക്ക് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആ ഒരു സന്തോഷം അറിയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദുന സുരിബൈൽ ഉസ്താദ് അവരുടെ മഹത്തായ ആ മഹാനവറുകൾ സ്ഥാപിച്ചു തന്ന മഹത്തായ സ്ഥാപനം, അദ്ദേഹത്തിന്റെ ബഹുമാനപ്പെട്ടവരുടെ സുപുത്രൻ അശ്ശരിയ സഖാഫി SYSന്റെ സംസ്ഥാന ക്യാബിനറ്റ് അംഗം കൂടിയാണ്. വലിയ നേതൃത്വമാണ്. കർണാടക സഖാഫീസ് കൗൺസിലിന്റെ പ്രസിഡന്റാണ്. നമ്മുടെ മുഈനുസ്സുന്നയ്ക്കും വന്നിട്ട് ഒരുപാട് സഹായങ്ങളൊക്കെ നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. മഹാനവറുകൾക്ക് അല്ലാഹു അതുപോലെ അവിടുത്തെ കൂടെ പ്രവർത്തിക്കുന്നവർക്കെല്ലാം പടച്ചറപ്പ് ഒരുപാട് അനുഗ്രഹങ്ങൾ അനുഗ്രഹിക്കുമാരാകട്ടെ എന്ന ദുആയോടെ ഈ പരിപാടിക്ക് സർവ്വവിധ ആശംസകളും കർണാടക SYSന് വേണ്ടി അറിയിച്ചു വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.